ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ നാടിനെക്കുറിച്ചും ഇവിടുത്തെ നാട്ടുകാരെക്കുറിച്ചും ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെ: ഇവിടെ പ്രകൃതി കോപിച്ചതാണ് ഇതിനെല്ലാം കാരണം എന്നാണ് ചിലർ പറയുന്നത്. കാടും മലയും വെട്ടി നികത്തിയും അവിടെ റിസോർട്ടുകളും വീടുകളും പിന്നെ ഒരു ടൗൺ പോലെ ആക്കും. പ്രകൃതിയുടെ ശാപമാണ് ഈ ഉരുൾപൊട്ടൽ എന്നാണ് ചിലരുടെ അഭിപ്രായം. ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്ന മനുഷ്യരെ സമ്മതിച്ചു കൊടുക്കണം. ഈ ഒരവസ്ഥയിലും പറയാൻ തോന്നുന്നുണ്ടല്ലോ. പ്രകൃതിയെ സ്നേഹിക്കുന്നവരെ ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന വെള്ളാർമലയും ചൂരൽമലയും പണ്ട് തൊട്ടേ പ്രകൃതി കാത്തു സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല നിഷ്കളങ്കമായ മനസ്സുള്ള നാട്ടുകാരും ഒരു രീതിയിലും ജാതി മത കുശുമ്പില്ലാത്ത ഒരു നാട്. ഇന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നശിഞ്ഞ് തരിപ്പണമായ ഒരു നാട്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, നല്ല മനസ്സുള്ള ആളുകളെ ദൈവം പെട്ടെന്ന് വിളിക്കുന്നു. നല്ല മനസ്സുള്ള ആളുകളെ, നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതിയുള്ള സ്ഥലത്തെയും ദൈവം പെട്ടെന്ന് തന്നെ എല്ലാം തരിപ്പണമാക്കി കൊണ്ടുപോയി. ഭാവിയിലെ പോലീസോ ടീച്ചറോ നേഴ്സോ ഡോക്ടറോ അങ്ങനെ ആവേണ്ട വെള്ളാർമല സ്കൂളിലെ 25 കുരുന്നുകളാണ് ജീവൻ പൊലിഞ്ഞു പോയത്. ശരിക്കും ദൈവത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയ്ക്കും നല്ല മനസ്സുള്ള നാട്ടുകാരെ അവിടുത്തെ മനുഷ്യരെയും കാണാത്തതും ആ നാടിൻ്റെ മണവും ഒന്നും അറിയാത്തതും. ദൈവത്തിൻ്റെ ഈ വികൃതിക്കളിയിൽ ഇനി ഞങ്ങളെ കിട്ടില്ല. മഹാമാരിയായും പ്രളയമായും ഇപ്പോൾ ഇതാ ഉരുൾപൊട്ടലായും ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന കുറേ പേരെ അങ്ങ് കൊണ്ടുപോയി. ഇനി ഈ കളിക്ക് ഞങ്ങളില്ല. ഇന്നലെ തോളിൽ കൈയിട്ട് കൂടെ ഉണ്ടായിരുന്നവർ ഇന്നില്ല. ദൈവമേ, ഇത്രയധികം മനുഷ്യരെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മതിയായില്ലേ? ഇനി ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. ഓരോ വർഷവും ഓരോരോ ദുരന്തങ്ങൾ. അമ്മ, അച്ഛൻ, കൂടപ്പിറപ്പുകൾ എല്ലാവരും കൺമുന്നിൽ മരിച്ചു പോകുന്നത് കണ്ടു നിന്ന എൻ്റെ അവസ്ഥ ഞാൻ നിന്നോട് തന്നെയല്ലേ 5 നേരം നിസ്കരിച്ചും അമ്പലത്തിൽ പോയും എല്ലാം ഞാൻ നിന്നോട് തന്നെയല്ലേ പറയുന്നത്. എന്നിട്ടെന്താ ഇങ്ങനെ ഒരു വിധി? ദൈവമേ, ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങൾ ഒറ്റക്കെട്ട. കണ്ടതല്ലേ പ്രളയമായിട്ടും മഹാമാരിയായിട്ടും ഇപ്പോഴാ ഉരുൾപൊട്ടലായിട്ടും ഞങ്ങളുടെ സ്നേഹം. ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കൈകോർക്കും. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ അസൂയപ്പെടും. ദുരിതങ്ങളിൽപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായി ഞങ്ങൾ കൂടെയുണ്ടാകും. ഒറ്റ രാത്രി കൊണ്ട് 370 ജീവനുകൾ പൊലിഞ്ഞുപോയി. 200-ലേറെ ആളുകൾ ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ. മുഖ്യമന്ത്രി ജനങ്ങളോട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ലോകമെമ്പാടുമുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള മനുഷ്യർ മുഖ്യൻ്റെ അരികിലേക്ക് ലക്ഷങ്ങളല്ല കോടികൾ എത്തിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മരിച്ചവർക്ക് വേണ്ടിയും ഇത്ര നാളായി മണ്ണിൻ്റെ അടിയിൽ തിരഞ്ഞു കിട്ടാത്തവർക്ക് വേണ്ടിയും ഒറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ എന്ന്. ചെറിയ ചെറിയ തെറ്റുകൾ നീ പൊരുത്തപ്പെട്ട് അവർക്ക് നീ സ്വർഗം നൽകണമേ എന്ന്.